ഹായ് ഓൾ. ഇന്ന് വന്നിട്ടുള്ളത് +1 ഫിസിക്സിൻ്റെ ചാപ്റ്റർ 2 യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് ഡിസ്കസ് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് പോകാം. ആദ്യത്തെ ടോപ്പിക് വരുന്നത് വാട്ട് ഈസ് മെൻ ബൈ ഫിസിക്കൽ ക്വാണ്ടിറ്റി. എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്? ഓൾ ദോസ് ക്വാണ്ടിറ്റീസ് വിച്ച് ക്യാൻ ബി മെഷേർഡ് ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി ആർ കോൾഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. അതായത് നമുക്ക് അളക്കാൻ പറ്റുന്ന ഏതൊരു ക്വാണ്ടിറ്റിന് നമുക്ക് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയും. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, ഞാൻ ഇപ്പോൾ നടന്നു ഒരു കടയ്ക്ക് പോയി. അപ്പോൾ ഞാൻ ആ കടയ്ക്ക് നടന്ന ദൂരം അതെനിക്ക് അളക്കാൻ പറ്റും. അപ്പോൾ ലെങ്ത്ത് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. ഞാൻ ആ കടയിൽ പോയിട്ട് കടക്കാരനോട് കുറച്ച് സാധനങ്ങൾ പറയാണ്. അപ്പോൾ ആ സാധനങ്ങൾ ഓരോന്നും എനിക്ക് അളക്കാൻ പറ്റും. അപ്പോൾ മാസ് എന്ന് പറയുന്നത് മറ്റൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. അങ്ങനെ ഞാൻ നടന്നു വരുമ്പോൾ ഞാനൊരു ഇലക്ട്രിക് ലൈന് കാണുകയാണ്. അപ്പോൾ ആ ഇലക്ട്രിക് ലൈനിൻ്റെ ലെങ്ത്ത് എനിക്ക് മെഷർ ചെയ്യാൻ പറ്റും. അതിലൂടെയുള്ള കറണ്ട് എനിക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഈ കറണ്ടും ലെങ്ത്തും പറയുന്നത് ഒരു ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. മാത്രമല്ല ആ ലൈനിലൂടെ പോകുന്ന റെസിസ്റ്റൻസ് എനിക്ക് മെഷർ ചെയ്യാൻ പറ്റും. റെസിസ്റ്റൻസ് ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ് കേട്ടോ. അങ്ങനെ പലതും എനിക്ക് ഇന്ന് മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനൊക്കെ എനിക്ക് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയാൻ പറ്റും. അതിനെന്ന് പറഞ്ഞത് ഏതിനെയാണ്? റെസിസ്റ്റൻസ്, കറണ്ട്, ഇതൊക്കെ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. പോരാത്തതിന് ആ വയർ, അതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, അപ്പോൾ കൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. 2 ടൈപ്സ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ് ഇനി പറയാൻ പോകുന്നത്. ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസും ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസും ഉണ്ട്. ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത കാര്യമാണ്. അപ്പോൾ ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്താണെന്ന് നോക്കാം. ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വിച്ച് ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഈച്ച് അതർ ആൻഡ് കനോട്ട് ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് അതർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആർ കോൾഡ് ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഇതിനെ ബേസിക് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്നും പറയുന്നുണ്ട്. ഡെഫിനേഷൻ കേട്ട് ഞെട്ടേണ്ട, അത് സിമ്പിൾ കാര്യമാണ്, ഞാൻ പറഞ്ഞുതരാം. ഞാൻ നേരത്തെ നടന്നു പോയി കടയിൽ പോയിട്ട് 1 കിലോ അരി വാങ്ങിയെന്ന് കരുതുക. അപ്പോൾ ഞാൻ ആ കടക്കാരനോട് 1 സെൻറ്റിമീറ്റർ അരി അല്ലെങ്കിൽ 1 മീറ്റർ അരി എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഈ മാസ്, അതായത് 1 കിലോ അരി, അതിൻ്റെ മാസ് കണക്കിലാണ് ഞാൻ പറയേണ്ടത്. അതിൽ ലെങ്ത്തിനൊരു ബന്ധമില്ല. ഒരു നീളമുള്ള കവറിലാണ് കടക്കാരൻ ആ അരി ഇടുന്നതെങ്കിൽ അതിൻ്റെ ലെങ്ത്ത് കൂടും. അതായത് ഒരു പരന്ന കവറിലിടുകയാണെങ്കിൽ ലെങ്ത്ത് കുറയും. പക്ഷേ ലെങ്ത്തിന് ആ മാസുമായിട്ട് ഒരു ബന്ധമില്ല. അതാണ് ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുന്നത്. അതേപോലെ ആ മാസിനെ ലെങ്ത്തിലേക്ക് ആക്കിയിട്ട് നമുക്ക് പറയാനും പറ്റില്ല. അതായത് 1 സെൻറ്റിമീറ്റർ അരി അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം അതിൽ മാസിന് മാത്രമാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. മാസ് പറയേണ്ട സ്ഥലത്ത് അവിടെ മാസിന് മാത്രമേ ഇമ്പോർട്ടൻസ് ഉണ്ടാവുള്ളൂ. അതേപോലെ 1 കിലോ ഞാൻ നടന്നു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ എന്ത് പറയണം? ഞാൻ ഒരു കിലോമീറ്റർ നടന്നു അങ്ങനെയാണ് പറയേണ്ടത്. ഇതൊക്കെ ഇൻഡിപെൻഡൻ്റ് ആണ്. ഒന്നിൽ നിന്ന് മറ്റതിനെ വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ക്വാണ്ടിറ്റീസാണ്. അതിനെയാണ് ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ദർ ആർ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ 7 ബേസിക് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. മാസ്, ലെങ്ത്, ടൈം, ഇലക്ട്രിക് കറണ്ട്, ലൂമിനസ് ഇൻറ്റൻസിറ്റി. ഇതാണ് 7 ഫണ്ടമെൻ്റൽ അല്ലെങ്കിൽ ബേസിക് ക്വാണ്ടിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇതൊക്കെ ഇൻഡിപെൻഡൻ്റ് ആണ്. ഒന്നിൽ നിന്നൊന്ന് ഇൻഡിപെൻഡൻ്റ് ആണ്, വ്യത്യസ്തമായ ക്വാണ്ടിറ്റീസാണ്. ഇനി ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ കുറിച്ച് പറയാം. ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എക്സാമ്പിൾസ് വെച്ചിട്ട് ഞാൻ പറയാം. വെലോസിറ്റി ഒരു ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. വെലോസിറ്റിനെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. ഡിസ്പ്ലേസ്മെൻറ്റ് ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. ടൈം ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. അതായത് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് വെച്ചിട്ട് നമ്മൾ വേറൊരു ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ ക്വാണ്ടിറ്റീനെ പറയുന്ന പേരാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്ന്. ഡെഫിനിഷൻ നോക്കാം. ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് വെച്ച് നമ്മൾ ഉണ്ടാക്കുന്ന പുതിയ ക്വാണ്ടിറ്റി, അതിനെ പറയുന്ന പേരാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. ഓക്കെ, അതിൻ്റെ എക്സാമ്പിൾസാണ് വെലോസിറ്റി, ആക്സിലറേഷൻ, ഫോഴ്സ്, മൊമെൻറ്റം, എക്സെട്ര. ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ കമൻസിൽ അറിയിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ഡിഫൈൻ ഫിസിക്കൽ യൂണിറ്റ്. ഫിസിക്കൽ യൂണിറ്റ് അല്ലെങ്കിൽ യൂണിറ്റ് എന്ന് പറയുന്നത് ദ സ്റ്റാൻഡേർഡ് എമൗണ്ട് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ചോസൺ ടു മെഷർ ദ ക്വാണ്ടിറ്റി ഓഫ് ദ സെയിം കൈൻഡ് ഈസ് കോൾഡ് ഫിസിക്കൽ യൂണിറ്റ്. അപ്പോൾ ഫിസിക്കൽ യൂണിറ്റ് അല്ലെങ്കിൽ വെറുതെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഞാനൊരു ചെറിയ അളവ് എടുക്കുകയാണ്. എത്രയാണ്? എൻ്റെ കയ്യിൻ്റെ അളവ് ഞാൻ എടുക്കുകയാണ്. എന്നിട്ട് ഞാൻ ഒരു വലിയ ടേബിളിന്മേൽ പോയിട്ട് എൻ്റെ കൈ എത്ര ഉണ്ട് നോക്കുക. അപ്പോൾ 10 പ്രാവശ്യം ഞാൻ എൻ്റെ കൈ വെച്ചപ്പോഴാണ് ആ ടേബിൾ കംപ്ലീറ്റ് ആയത്. അപ്പോൾ ഞാൻ പറയുകയാണ് ഈ ടേബിൾ 10 കൈയുണ്ട്. അതുപോലെയാണ് മീറ്റർ എന്ന് പറയുന്നത്. മീറ്റർ എന്ന് പറയുന്ന ഒരു അളവ് ഇൻ്റർനാഷണലി ഒരളവ് എടുത്തിട്ട് ഇതൊരു മീറ്ററാണെന്ന് എല്ലാവരും പറഞ്ഞു ഒരളവെടുത്തിട്ട്. എന്നിട്ട് നമ്മൾ എന്താ ശരിക്കും ചെയ്യുന്നത്? ഒരു ബെഡ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ബെഡ്മേൽ എത്ര ഈ മീറ്റർ ഉണ്ട് എന്ന് നമ്മൾ വെച്ച് നോക്കുകയാണ്. അപ്പോൾ ഒരു 50 പ്രാവശ്യം ആ മീറ്ററിനെ വെച്ചപ്പോഴാണ് ആ ബെഡ് കംപ്ലീറ്റ് ആയതെങ്കിൽ നമ്മൾ പറയാണ് ഇത് 50 മീറ്റർ ഉണ്ടെന്ന്.
ഓക്കെ, അതാണ് യൂണിറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എപ്പോഴും ഫിസിക്സിൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ മീറ്റർ ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ അതിൻ്റെ യൂണിറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടും എഴുതണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആ യൂണിറ്റ് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം വെച്ച് 10 കൈയുണ്ട്, ഞാൻ ഇപ്പോൾ 10 എന്ന് മാത്രം പറഞ്ഞാൽ എന്ത് 10 എന്ന് മനസ്സിലാവില്ല. 10 പ്രാവശ്യം എൻ്റെ കൈ വെച്ചപ്പോഴാണ് ആ ടേബിള് ഫില്ലായതെന്ന് മനസ്സിലാവണമെങ്കിൽ 10 എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ എഴുതി വെക്കണം. അതുപോലെ 10 മീറ്റർ 10 സെൻറ്റിമീറ്റർ എന്നൊക്കെ പറയുന്നത് ഇൻ്റർനാഷണലി ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ളൊരു സ്റ്റാൻഡേർഡാണ്. അതായത് ഇൻ്റർനാഷണലി എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള ഒരു അളവ്. ആ അളവ് എത്ര ഉണ്ട് എന്നാണ് നമ്മൾ നോക്കുന്നത്. അതിനെ പറയുന്ന പേരാണ് യൂണിറ്റ് എന്ന് പറയുന്നത്. മെഷർമെൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ്? നമ്മുടെ കയ്യിലുള്ള യൂണിറ്റ് വെച്ചിട്ട് നമ്മൾ വലിയൊരു യൂണിറ്റിനെ കമ്പയർ ചെയ്യാണ് ഇത് എത്ര എണ്ണം ഉണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. ഓക്കെ, ഇനി പറയാൻ പോകുന്നത് ഒരു കഥയാണ്. പണ്ട് കാലത്ത് പല പല നാട്ടിൽ പല പല അളവുകളായിരുന്നു. ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ കൈ വെച്ചിട്ട് അളവ് അല്ലെങ്കിൽ കാല് വെച്ചിട്ട് ഫൂട്ടൊക്കെ വെച്ചിട്ട് അളക്കുമായിരുന്നു. പല പല നാട്ടിൽ പല പല സിസ്റ്റം ഓഫ് അളക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പണ്ടത്തെ കാലത്ത് ഈ ടെക്നോളജി ഒന്നും വികസിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അവർക്ക് ആകെ അറിയണത് നീളം അളക്കാൻ അറിയാം, അതേപോലെ സമയം അളക്കാൻ അറിയാം, അതേപോലെ എന്തെങ്കിലും വെയിറ്റ് മാസ് അളക്കാനും അറിയാം. ഈ 3 കാര്യങ്ങളെ അവർക്ക് അറിയുണ്ടായിരുന്നുള്ളൂ. അല്ലാതെ ഇന്നത്തെ പോലെ ഇലക്ട്രിസിറ്റി, ലൂമിനസ് ഇൻറ്റൻസിറ്റി, അങ്ങനെ പ്രകാശത്തെ അളക്കുക അതൊന്നും അന്നത്തെ കാലത്ത് ഇല്ലായിരുന്നു. അപ്പം അന്നത്തെ കാലത്ത് ലെങ്ത്, മാസ്, ടൈം ഈ 3 കാര്യങ്ങൾ വെച്ചിട്ടായിരുന്നു അളന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടി ഓരോ യൂണിറ്റ് കണ്ടുപിടിച്ചു. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഒരു 4 എണ്ണമാണ് പഠിക്കാനുള്ളത്. അപ്പം ഈ യൂണിറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് സെറ്റ് ഓഫ് യൂണിറ്റ്സ് വിച്ച് ഈസ് യൂസ്ഡ് ടു മെഷർ ഓൾ കൈൻഡ്സ് ഓഫ് ഫണ്ടമെൻ്റൽ ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് കോൾഡ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. അത് ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ലെങ്കിൽ കൂടി ഡെഫിനിഷൻ ഒന്ന് വായിച്ച് ഓർത്ത് വെക്കുക. അപ്പം ഇനി വരാൻ പോകുന്നതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത്. 4 ടൈപ്സ് ഓഫ് യൂണിറ്റ് സിസ്റ്റംസ് ആണ്. CGS സിസ്റ്റം, FPS സിസ്റ്റം, MKS സിസ്റ്റം ആൻഡ് SI സിസ്റ്റം. ഈ 4 സിസ്റ്റത്തിൻ്റെ പേര് എന്തായാലും ഓർത്ത് വെക്കുക. ഈ 4 സിസ്റ്റംസ് ഓഫ് യൂണിറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഏരിയയിൽ നിന്ന് അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ആദ്യത്തെ സിസ്റ്റം ഓഫ് യൂണിറ്റ് CGS സിസ്റ്റമാണ്. ഇത് ഫ്രാൻസിൽ ഉണ്ടായിരുന്ന ഒരു സിസ്റ്റം ആയിരുന്നു. ഈ സിസ്റ്റം അനുസരിച്ച് ആ നാട്ടിൽ ഫ്രാൻസിൽ ലെങ്ത്ത് അളന്നുകൊണ്ടിരുന്നത് സെൻറ്റിമീറ്ററിലായിരുന്നു, മാസ് അളന്നുകൊണ്ടിരുന്നത് ഗ്രാമിലും, ടൈം അളന്നുകൊണ്ടിരുന്നത് സെക്കൻഡ്സിലുമായിരുന്നു. CGS സിസ്റ്റം സെൻറ്റിമീറ്റർ, ഗ്രാം, സെക്കൻഡ്. ഓക്കെ, ഇനി അടുത്ത സിസ്റ്റം ഓഫ് യൂണിറ്റിലേക്ക് നമുക്ക് പോവാം. FPS സിസ്റ്റം ഓഫ് യൂണിറ്റ് ആണ്. ഇതൊരു ബ്രിട്ടീഷ് സിസ്റ്റമാണ്. ഈ സിസ്റ്റം അനുസരിച്ച് ലെങ്ത്ത് ഫൂട്ടിലും, മാസ് പൗണ്ടിലും, ടൈം സെക്കൻഡ്സിലും ആയിരുന്നു അളന്നുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് അടുത്ത സിസ്റ്റം ഓഫ് യൂണിറ്റ്സിലേക്ക് പോവാം. ഇതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. MK സിസ്റ്റം ഓഫ് യൂണിറ്റ് ആണ്. ഇറ്റ് ഈസ് ഓൾസോ എ ഫ്രഞ്ച് സിസ്റ്റം. ഇതും ഫ്രാൻസിലുണ്ടായിരുന്ന ഒരു സിസ്റ്റമാണ്. ലെങ്ത്ത് മീറ്ററിൽ അളക്കുക, മാസ് കിലോഗ്രാമിലും, ടൈം സെക്കൻഡ്സിലും അളക്കുന്ന ഒരു സിസ്റ്റമായിരുന്നു MK സിസ്റ്റം. അപ്പോൾ ഈ 3 സിസ്റ്റംസും പണ്ടുണ്ടായിരുന്ന സിസ്റ്റംസ് ആയിരുന്നു. ഇനി ഇന്നത്തെ കാലത്ത് ഇൻ്റർനാഷണലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ് SI സിസ്റ്റം. ഇറ്റ് ഈസ് എ ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. അതായത് ഇപ്പം ഈ ലോകമൊട്ടാകെ അംഗീകരിച്ച ഒരു സിസ്റ്റമാണ്. അപ്പോൾ ഈ ലോകത്ത് ഈ സിസ്റ്റത്തിൽ ഉള്ള യൂണിറ്റ്സ് ആയിരിക്കും ഈ ലോകത്ത് എവിടെ ചെന്നാലും നിങ്ങൾക്ക് പറഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവും. SI സിസ്റ്റം ബേസ്ഡ് ഓൺ 7 ഫണ്ടമെൻ്റൽ യൂണിറ്റ്സും 2 സപ്ലിമെൻ്ററി യൂണിറ്റ്സുമാണ് SI സിസ്റ്റത്തിലുള്ളത്. അതായത് ഈ ലോകത്തുള്ള എല്ലായിടത്തും ഇത് തന്നെ ആയിരിക്കും സ്റ്റാൻഡേർഡ് യൂണിറ്റ്. ഈ 7 ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് പ്ലസ് 2 സപ്ലിമെൻ്ററി യൂണിറ്റ്സ്. അപ്പോൾ ഈ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ലെങ്ത്ത് അളന്നുകൊണ്ടിരിക്കുന്നത് ഇൻ്റർനാഷണലി ഇപ്പോൾ മീറ്ററിലാണ് SI സിസ്റ്റം പ്രകാരം. മാസ് അളന്നുകൊണ്ടിരിക്കുന്നത് കിലോഗ്രാമിലാണ്, kg എന്ന് പറയും. ടൈം അളന്നുകൊണ്ടിരിക്കുന്നത് സെക്കൻഡ്സിലും, ടെമ്പറേച്ചർ കെൽവിനിലും, ഇലക്ട്രിക് കറൻറ്റ് ആംബിയറിലും, ലൂമിനസ് ഇൻറ്റൻസിറ്റി കാൻഡിലയിലും, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോളിലുമാണ്. ഇതിലൊരു ചെറിയ കാര്യം കൂടി പറയാം. മീറ്റർ സ്മോൾ ലെറ്റർ M ആണ്, കിലോഗ്രാം സ്മോൾ ലെറ്റർ kg ആണ്, സെക്കൻഡ്സും സ്മോൾ ലെറ്റർ ആണ്. കെൽവിൻ എഴുതുന്നത് കംപ്ലീറ്റ്ലി സ്മോൾ ലെറ്ററിലാണെങ്കിലും യൂണിറ്റ് ക്യാപിറ്റൽ Kയിലാണ്. ആംബിയറും അതുപോലെ തന്നെയാണ്. കാരണം ഇത് രണ്ടും സയൻറ്റിസ്റ്റിൻ്റെ പേരുകളാണ്. അതുകൊണ്ട് തന്നെ യൂണിറ്റ് ക്യാപിറ്റലിലാണ് എഴുതേണ്ടത്. കെൽവിനും ആംബിയറും KA എന്ന് എഴുതേണ്ടത് ക്യാപിറ്റലിലാണ്. മറ്റേ കെൽവിൻ ആംബിയറിന് സ്മോൾ ലെറ്ററിൽ കംപ്ലീറ്റ് ചെയ്താൽ. ഇനി SI സിസ്റ്റത്തിൽ വരുന്ന 2 സപ്ലിമെൻ്ററി യൂണിറ്റ്സ് ആണ് പ്ലെയിൻ ആംഗിളും സോളിഡ് ആംഗിൾ എന്ന് പറയുന്നതും. പ്ലെയിൻ ആംഗിളിൻ്റെ യൂണിറ്റ് ആണ് റേഡിയൻ, സോളിഡ് ആംഗിളിൻ്റെ യൂണിറ്റ് ആണ് സ്റ്റിറേഡിയൻ. SR എന്ന് വെച്ച് ഡിനോട്ട് ചെയ്യും. റേഡിയനും സ്റ്റിറേഡിയനുമാണ് സപ്ലിമെൻ്ററി യൂണിറ്റ്സ്. പ്ലെയിൻ ആംഗിളിൻ്റെ യൂണിറ്റ് ആണ് റേഡിയൻ, സോളിഡ് ആംഗിളിൻ്റെ സ്റ്റിറേഡിയൻ. പ്ലെയിൻ ആംഗിളും സോളിഡ് ആംഗിളും എന്താണെന്നാണ് പറയാൻ പോകുന്നത്.
അത് നമുക്ക് പ്ലെയിൻ ആംഗിൾ നോക്കാം. പ്ലെയിൻ ആംഗിൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ ഒരു സർക്കിൾ ഈ ഒരു പ്ലെയിനിൽ, ഇതൊരു പ്ലെയിൻ ആണല്ലോ, ഈ പേപ്പർ ഒരു പ്ലെയിൻ ആണ്. ഈ പേപ്പറിൽ ഞാനൊരു സർക്കിൾ കൺസിഡർ ചെയ്യാണ്. ഓക്കെ, ഇതൊരു 2 ഡയമെൻഷണൽ ഫിഗർ ആണ്. അതായത് ഈ പ്ലെയിനിൽ ഞാനൊരു സർക്കിളിനെ വരച്ചു, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ സർക്കിളിൻ്റെ സെൻറ്റർ പാർട്ട് ഇതാണ്. അവിടുന്ന് ഞാനൊരു സെഗ്മെൻറ്റ് കൺസിഡർ ചെയ്യാണ്. അപ്പം ഇതാ സെഗ്മെൻറ്റിൻ്റെ ആർക്കാണ്. ഇതാണ് ആർക്ക്. ഇത് റേഡിയസ് ആണ്. ഞാൻ ആറെന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാവും നമുക്കറിയാം. അതിനെ ഞാൻ തീറ്റ എന്ന് വിളിക്കണം. ഡി തീറ്റ സ്മോൾ ആംഗിൾ ഡി തീറ്റ. ഇത് ആർക്കാണ്. അപ്പം ഈ ഒരു ആംഗിൾ ഈ ഫിഗർ പ്ലെയിൻ ആണ്, 2 ഡയമെൻഷണൽ ആണ്. ഈ ഒരു പ്ലെയിനിലാണ് ഞാൻ വരച്ചിട്ടുള്ളത്. അപ്പം ഈ ഒരു ഫിഗറിന് ഈ ഒരു ആംഗിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്ലെയിൻ ആംഗിൾ. അപ്പം ഈ ഒരു ആംഗിളിന്റെ ഇക്വേഷൻ വരുന്നത്, പ്ലെയിൻ ആംഗിളിന്റെ ഇക്വേഷൻ വരുന്നത്, പ്ലെയിൻ ആംഗിൾ ഇസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് ബൈ റേഡിയസ് ആണ്. ആർക്ക് ലെങ്ത് ബൈ റേഡിയസ് ആണ്. ആർക്ക് ലെങ്ത് ഞാൻ പറഞ്ഞു. അപ്പം പ്ലെയിൻ ആംഗിളിന്റെ ഇക്വേഷൻ ഡി തീറ്റ ഇസ് ഈക്വൽ ടു ഡി എസ് ബൈ ആർ. ഡി എസ് എന്ന് പറയുന്നത് ഈ ഒരു ആർക്കിനെയാണ്. ഈ ഒരു ആർക്ക്, ഈ ഒരു ലൈൻ ഇങ്ങനെ ഞാൻ വരച്ചില്ലേ, ഈ ഒരു ചെറിയ സർക്കംഫറൻസ്, ഈ സർക്കിളിന്റെ ഈ ഒരു സർക്കംഫറൻസിനെ വിളിക്കുന്ന പേരാണ് ആർക്ക് ലെങ്ത്. അപ്പോൾ ഡി തീറ്റ, പ്ലെയിൻ ആംഗിൾ ഡി തീറ്റ ഇസ് ഈക്വൽ ടു ഡി എസ് ബൈ ആർ. ഡി എസ് ഈ ഒരു ആർക്ക് ലെങ്ത് ആണ്. ഓക്കെ, ഇനി നമുക്ക് സോളിഡ് ആംഗിൾ പറയാം. കാണുന്നുണ്ടല്ലോ. ഇനി സോളിഡ് ആംഗിൾ പറയാം. സോളിഡ് ആംഗിളിന്റെ ഫിഗർ ഇനി 3 ഡയമെൻഷണൽ ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരു ബോൾ കൺസിഡർ ചെയ്യുക. ഒരു ബോള്, ക്രിക്കറ്റ് ബോളോ എന്തെങ്കിലും കൺസിഡർ ചെയ്യുക. അതിന്റെ മേലെ ഭാഗത്തു നിന്ന് ഒരു പീസ് നിങ്ങൾ മുറിച്ചെടുക്കുകയാണെന്ന് കരുതുക. ഹാഫ് ആയിട്ടല്ല, ഒരു ചെറിയൊരു പീസ്, ഒരു കേക്ക് കട്ട് ചെയ്യുന്ന പോലെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ചെറിയ പീസ് നിങ്ങൾ കൺസിഡർ ചെയ്യാണ്, ഒരു സ്ഫിയറിന്റെ. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പോർഷൻ ആണ് കിട്ടുക. ഞാൻ ഏകദേശം വരച്ച് കാണിക്കാം. ഇങ്ങനെ ഒരു പോർഷൻ കിട്ടും. ഞാൻ ഫിഗർ വരച്ചതിൽ കുറച്ച് കുഴപ്പമുണ്ട്, എന്നാലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ഇതായിരിക്കും ആ ബോളിന്റെ ഔട്ടർ സർഫസ്. ഇതിനെ ഞാൻ ഡി എ എന്ന് വിളിക്കുന്നു. ഈ ഒരു ആംഗിളിനെ ഞാൻ ഡി ഓം എന്ന് വിളിക്കുന്നു. ഓക്കെ, ഡി ഓം എന്ന് വിളിക്കുന്നു. ഇതാണ് ഓം എന്ന സൈൻ. ഓക്കെ, ഓം, ഡി ഓം ആണ്. ഞാൻ ഈ ഒരു ആംഗിൾ, അതിൻ്റെ ഉള്ളിൽ ഞാനൊരു ബോളിൽ നിന്ന് അതിൻ്റെ ഒരു പീസ് ഞാൻ എടുക്കുമ്പം അതിൻ്റെ ഉള്ളിലൊരു ആംഗിൾ ഉണ്ടാവും. ആ ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ഡി ഓം. അതാണ് സോളിഡ് ആംഗിൾ. അപ്പം അതിൻ്റെ ഇക്വേഷൻ നമുക്ക് നോക്കാം. സോളിഡ് ആംഗിൾ ഡി ഓം ഇസ് ഈക്വൽ ടു ഡി എ ബൈ ആർ സ്ക്വയർ. ഓക്കെ, നമ്മൾ ഈ ഒരു ബോൾ കൺസിഡർ ചെയ്യുമ്പോൾ ആ ബോളിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ നിന്നാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്, കറക്റ്റ് സെന്ററിന്. അപ്പം പുറത്തേക്ക് വരുന്ന ഈ ദൂരം എന്തായാലും 6 തന്നെയാണ്. ഈ ദൂരം 6 തന്നെയാണ്. അപ്പം അതിൻ്റെ ഔട്ടർ സർഫസ് ഡി എ, സ്മോൾ ഏരിയ എന്നാണ് അർത്ഥം. ഡി എ എന്ന് ഞാൻ വിളിക്കുകയാണെങ്കിൽ ഈ ഒരു ആംഗിൾ, ഉള്ളിലുള്ള ഈ ഒരു ആംഗിൾ സോളിഡ് ആംഗിൾ ആണെങ്കിൽ ഡി ഓം എന്ന് ഞാൻ അതിനെ വിളിക്കുന്നുണ്ടെങ്കിൽ ഡി ഓം ഇസ് ഈക്വൽ ടു ഡി എ ബൈ ആർ സ്ക്വയർ. ഇതാണ് അതിൻ്റെ ഒരു ഇക്വേഷൻ. ഇത് ജസ്റ്റ് ഒന്ന് നോക്കുക, അത്രേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക് യു.